ഹായ് ഫ്രണ്ട്സ്, ഡിഷ്ലാൻഡ് ടേസ്റ്റി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെള്ളക്കടല മസാലയാണ്. ഇത് ചപ്പാത്തിക്കും അപ്പത്തിനും കൂടാതെ ചോറിനും വളരെ അനുയോജ്യമായൊരു കറിയാണ്. നമുക്കിനി ഇതിൻ്റെ ചേരുവകളിലേക്ക് പോകാം. വെള്ളക്കടല 400 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി 6 മണിക്കൂറോളം കുതിർത്തിയെടുത്തതാണ്. ഇത് കുക്കറിലേക്കിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം. നാലോ അഞ്ചോ വിസിൽ വന്നാൽ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. ഇതിനുവേണ്ടി ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് ചൂടായ ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം. 5 സ്പൂൺ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായി വഴന്നു വരണം. അതേസമയം നമുക്ക് മറ്റൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് മസാലപ്പൊടികൾ ചൂടാക്കിയെടുക്കാം. പാനിലേക്ക് 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായി ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കണം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ചെറിയ ഫ്ലെയിമേ വെക്കാവൂ. ഇനി ഒരു ഗ്രൈൻഡറിലേക്ക് ഇഞ്ചി വെള്ളുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തതും പച്ചമുളകും വേപ്പിലയും ഇട്ടുകൊടുത്ത് നന്നായി അരച്ചെടുക്കണം. ഇതിലേക്ക് ഇനി വറുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടിയും അല്പം വെള്ളവും ചേർത്ത് വീണ്ടും നന്നായി അരച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി തക്കാളിയിലേക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. തക്കാളി പെട്ടെന്ന് അലിഞ്ഞു ചേരാനാണ് ഉപ്പ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് അരച്ചെടുത്തിരിക്കുന്ന ഈ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. സവാളയും തക്കാളിയും ഈ മസാലപ്പൊടികളും എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് കടല ഇട്ട് കൊടുക്കാം. കടല ഇട്ട ശേഷം നന്നായി ഇളക്കി കൊടുക്കണം.
കടല ചേർത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം കടല വേവിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ മേലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വെള്ളക്കടല മസാല തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം.